Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് വെച്ചിട്ട് അപ്പം ആട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. അത് ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്കൊക്കെ ഒത്തിരി നല്ലതാട്ടോ ഇങ്ങനത്തെ ഒരു അപ്പം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് ഓട്സ് അതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചൂട് മതി. ഇത് പൊടിക്കാതെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ നമ്മളത് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടാകുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ പീസ് സവാള. അത് ഇതിലേക്ക് അരിഞ്ഞിടാം. കുഞ്ഞിതായിട്ട് വേണ്ടിട്ട് അരിഞ്ഞെടുക്കാനായിട്ട്. എത്രയും കുഞ്ഞായിട്ട് അരിയുന്നോ അത്രയും നല്ലത്. അതായിരിക്കും കാണാനൊരു ഭംഗി. നമ്മൾ മുട്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്കൊരു പച്ചമുളകും കൂടി അരിഞ്ഞിടാം കേട്ടോ. അതും ഇതുപോലെ തന്നെ നല്ല പൊടിയായിട്ട് ഇങ്ങനെ 4ആയിട്ട് മുറിച്ചിട്ട് അരിഞ്ഞിടാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മുളകിന് അത്ര എരിവ് വരത്തില്ല. ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ദോശമാവിൻ്റെ പരുവമല്ല, അതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ കൈ കൊണ്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചേക്കുന്നത് 1/4 കപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ 1 കപ്പ് ഓട്സിന് 1/4 കപ്പ് വെള്ളം മതിയാവും. ദോശമാവിൻ്റെ ഒന്നും പരുവമല്ല, അതിനേക്കാളും കുറച്ച് തിക്കായിട്ടുള്ള മാവാട്ടം. നമ്മൾ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെക്കാം കേട്ടോ. അതിലേക്ക് ഈ മാവ് ഫുള്ളായിട്ട് ഒഴിക്കുക. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിട്ട് ഇപ്പോൾ എണ്ണ ഞാൻ തേക്കുന്നില്ല കേട്ടോ. നോൺ സ്റ്റിക്ക് അല്ല, കാസ്റ്റ് അയണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് വേണം ഈ മാവ് ഒഴിക്കാനായിട്ട്. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അപ്പോൾ ഞാൻ മാവെടുത്ത പാത്രം തന്നെയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കൈ ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കുക. കയ്യിൽ വെള്ളം പറ്റിച്ചാലേ നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് കട്ടിക്കുള്ള ഒരു അപ്പമാട്ടോ. അപ്പോൾ നല്ല കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹെൽത്തി വെർഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഇത് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും, ഉള്ളു മൂക്കത്തില്ല. ഇതൊന്നും മറിച്ചിടാം. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നോക്കാം. ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങ് ഒരുപാട് ക്രിസ്പിയൊന്നും ആവത്തില്ല. ഇതൊരു കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ഇനി ഇതിപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെയാട്ടോ. അപ്പോൾ നമ്മുടെ ഓട്സ് വെച്ചിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ക്രിസ്പി ആയിട്ട് ഇത് വരത്തൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്